this is Jessina from MS Solutions. Yes, എടാ മക്കളെ ഇത് നാളെ നമ്മുടെ എക്സാം ആയിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് എല്ലാവർക്കും എന്താ ഇതുവരെ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എക്സാം പാറ്റേൺ മാറിയിട്ടുണ്ട്. സോ എന്താണ് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലെ, പെർഫോം ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഓർമ്മ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ അല്ലെ. യെസ്, അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ ഇപ്പം ഹിന്ദി എക്സാം ആണ്. അപ്പൊ നമുക്ക് ഹിന്ദിയുടെ പാറ്റേൺ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ എങ്ങനെയാണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യും, നമുക്ക് ആ ഒരു ധാരണയോട് കൂടി എക്സാം ഹോളിലേക്ക് പോകാനും ആൻസർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണല്ലോ അല്ലെ. അപ്പൊ നോക്കിക്കേ, ഗിഡ്കി ലഘു കഥാക്ക യഹ് അംശ പഠനം. അപ്പൊ ഗിഡ്കി എന്ന് പറഞ്ഞ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഒരു ചെറിയ പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ പാരഗ്രാഫ് വായിക്കാം. होशियारपुर से शादी का बुलावा आया था. होशियारपुर എന്താണ് ഒരു മാരേജ് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ട്രെയിൻ സെ ജാന തൈ ഹുआ, ട്രെയിനിൽ പോവാൻ വേണ്ടി തീരുമാനിച്ചു. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി थी. അപ്പൊ എന്താണ് തണുപ്പ് ഇങ്ങനെ അല്ലേ, തണുപ്പ് തുടങ്ങിയിട്ടുള്ള ഒരു ടൈം ആയിരുന്നു. इसलिए सोचा चलो इस बार एसी के बजाय, അതുകൊണ്ട് ചിന്തിച്ചു എന്താ ഇത്തവണ എസിക്ക് പകരം ജനറൽ കോച്ച് സെ സഫർ കാ ആനന്ദ് ലിയാ ജായേ. എന്താ ജനറൽ കോച്ചിൽ പോവാന്ന് തീരുമാനം എടുത്തു. അതാണ് നമ്മുടെ പാരഗ്രാഫ്. ചോദ്യം നോക്കിക്കേ, ഇസ് ലഘു കഥാ കാ പുരുഷ പാത്ര, ഈ ലഘുകഥയിലെ പുരുഷ കഥാപാത്രം പരിവാർ കെ സാത്ത് കഹാം ജാ രഹാ ഹേ, കുടുംബസമേതം കുടുംബത്തിന്റെ കൂടെ എങ്ങോട്ടാണ് പോകുന്നത്? ദില്ലി, മുംബൈ, കശ്മീർ, ഹോഷിയാർപൂർ. ഇത് ഇവിടെ തന്നിട്ടുണ്ട്. ഹോഷിയാർപൂർ സെ ഷാദി കാ ബുലാവാൻ തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഏതാണ്? ഹോഷിയാർപൂർ ആണ്. ഓക്കെ, അടുത്തത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇസ് പരിവാറിനെ ജനറൽ കോച്ച് സെ യാത്ര കർനെ കാ നിശ്ചയ ക്യോं കിയാ, എന്തുകൊണ്ടാണ് ജനറൽ കോച്ചിൽ അവര് പോവാൻ തീരുമാനിച്ചത്? ഇവിടെ തന്നെ ആൻസർ ഉണ്ട് അല്ലേ. അതായത് സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗീത്തിൽ, അതായത് തണുപ്പ് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് അവര് ഇത്തവണ എ സിയിൽ പോകേണ്ട ആവശ്യം വരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് അവർ ജനറൽ കോച്ചിൽ പോവാതെ തീരുമാനം എടുത്തത്. ഓക്കെ, അടുത്തത് നോക്കിക്കേ, 4 മാർക്കിന്റെ ചോദ്യം. ഇസ് ട്രെയിൻ യാത്ര കെ അനുഭവ് ബത്താത്തെ ഹുയെ മിത്ര കെ നാം പുരുഷ പാത്ര കാ പത്ര തയ്യാർ കരേ. അപ്പം ഈ ഒരു സംഭവമായി, അതായത് ട്രെയിൻ യാത്രയുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് പുരുഷ പാത്രം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ ഫ്രണ്ടിന് ലെറ്റർ എഴുതാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ലെറ്ററിന്റെ ഫോർമാറ്റ് ഒരു ബോക്സ് വരയ്ക്കുന്നു. റൈറ്റ് സൈഡിൽ സ്ഥാൻ താരീഖ് എഴുതുന്നു. സല്യൂട്ടേഷൻ പ്രിയ മിത്രന്ന് കൊടുക്കുന്നു. तुम कैसे हो, मैं यहाँ कुशल से हूँ, एक बात बताने के लिए मैं ये पत्र लिखता हूँ എന്ന് എഴുതാം. എന്നിട്ട് പറയാം എന്താ ഹോഷിയാർപൂരിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാം. ഇത് അവിടെ കൊടുക്കാട്ടെ. എന്താണ് ഹോഷിയാർപൂരിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. എന്താണ് ഞാനും അതുപോലെ എന്താണ് പരിവാർക്ക് സമയത്ത് എന്താണ് പെരുവാറിന്റെ കൂടെ, അതായത് കുടുംബത്തിന്റെ സമയത്ത് എന്താണ് ഞങ്ങൾ ട്രെയിനിൽ പോയി. ആ സമയത്ത് എന്താണ് ഒരു സാമ്പലി യുവതിയിലെ ഒരു യുവതി വന്നിട്ടുണ്ടായിരുന്നു ഷോൾ വിൽക്കാൻ എന്ന് പറഞ്ഞ സംഭവത്തെയൊക്കെ നമുക്ക് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ലെറ്റർ എഴുതിയിട്ട് പൂർത്തിയാക്കാം. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വേറെ ചോദ്യം ഉണ്ട്. ട്രെയിൻ കെ അനുഭവ കാ ജിക്ർ കർത്തെ ഹുയെ പുരുഷ പാത്രയ്ക്ക് ഡയറിയിലേക്ക്. അപ്പൊ എന്താണ് ട്രെയിനിലെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ് പുരുഷ പാത്രം എന്ത് ചെയ്യാണ് ഡയറി, നമ്മളിപ്പോൾ ലെറ്ററിൽ എഴുതിയ അതേ കാര്യങ്ങൾ എന്ത് ചെയ്യാം, ആജ് മേരെ ലിയെ ഖുഷി ദിൻത അല്ലെങ്കിൽ ദുഃഖി ദിൻത എന്ന് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം, പിതാക്ക യാദില, അതായത് അച്ഛൻ്റെ ഓർമ്മ വന്നു, എന്താണ് അതിന്റെ റീസൺ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം നമുക്ക് ആ ഡയറി മുന്നോട്ട് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം. റെയിൻ ബസേരമേ എന്ന് പറഞ്ഞിട്ടുള്ള യാത്രാവൃത്തിയിലെ ചെറിയൊരു पैराग्राफ ആണ്. നോക്കിക്കേ, अंत में 2-3 किताबें निकाली, किताबों उसने गोल कर देखी, फिर ज्यों की त्यों वापस रख दी അല്ലേ. അപ്പൊ എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞ് ലാസ്റ്റ് കുറച്ച് ബുക്കായിരുന്നു അല്ലേ. അപ്പൊ ബുക്ക് തുറന്നിട്ട് എന്ത് ചെയ്തു, ആ പാകിൽ അത് അവിടെ തന്നെ വെച്ചു. ഹമാരി ഓർ മുടിക്കർ ചോട്ടു സേ ബോല, അങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് ചോട്ടുവിനോട് പറയാം. എന്താ ചോദിച്ചതാ, വാട്ട് ഈസ് യുവർ നെയിം, എന്താണ് നിന്റെ പേര്? ചോട്ടുവിനെ സഹമത് ഹുയെ കഹാ മുझे അംഗ്രേസി നഹി ആത്തി. അപ്പം ചോട്ടു പറഞ്ഞത് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. മുझसे പൂച്ച, എന്നോട് ചോദിച്ചു. തും ക്യാ കർത്തേ ഹോ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മേനെ കഹാ, ഞാൻ പറഞ്ഞു എന്താ, മേം ശിക്ഷകത, ഞാനൊരു അധ്യാപകനാണ്. ബച്ചോം കോ പഠാത്താ താ, എന്താണ് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അബ് റിട്ടയർ ഹോ ഗയാ ഹു, ഇപ്പോൾ റിട്ടയർ ആയെന്ന് പറഞ്ഞു. ഇതാണ് പാരഗ്രാഫ്. ചോദ്യം നോക്കിക്കേ, എന്താണ് ചോദ്യം? ഇൻമേ പൂർണ്ണ രൂപ സെ സഹി വികൽപ്പ് കോൺ സാ ഹേ. അപ്പൊ എന്താണ് ഇതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അതായത് ഇപ്പൊ നമുക്ക് തന്ന ഈ പാരഗ്രാഫ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത് സഹി മിലാൻ കരെ, അതായത് മാച്ച് ദ ഫോളോയിങ് ആണ് ശരിയായിട്ടുള്ള തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ നോക്കിക്കേ, ഗ്രാമീണനെ പാഗൽ ആദ്മീനെ ലേഖകെ സാത്തി ചോട്ടുവിനെ. അപ്പൊ നമുക്ക് നോക്കാം ഓപ്പോസിറ്റ് ഉള്ളത് നോക്കാം. നമുക്ക് ഇവിടെ ജസ്റ്റ് നമ്പർ ഇടാം. ഓക്കെ, അപ്പൊ ഗാനെ കേലിയെ ഗാക്കട്ട് ബനായ, ആരായിരുന്നു അല്ലെ? യെസ്, ആ ഒരു ഗോതമ്പ് കൊണ്ട് ചപ്പാത്തി കാര്യങ്ങളൊക്കെ ഫുഡ് ഉണ്ടാക്കിയത് ആരായിരുന്നു? നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ലേഖകെ സാത്തി ചോട്ടൂനെ. അപ്പം ഇവിടെയാണ് വരിക അല്ലെ. അപ്പൊ ഏതാണ് ജായും അതുപോലെ
തായുമാണ്. അടുത്തത് പാഗൽ ആദ്മി. പാഗൽ ആദ്മി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എന്താ ചെയ്തത് നോക്കിക്കേ. ഗുരുओं का अपमान किया, അങ്ങനെയാണോ ചെയ്തത്? അല്ല. मंदिर का दरवाजा खोल दिया, ആ അമ്പലത്തിന്റെ വാതിൽ തുറന്നു ആണോ? അല്ല. लेके हाथ में सिक्का रख दिया, യെസ്. അപ്പൊ ആ പൈസ അല്ലെ ഒരു നാണയം വെച്ച് കൊടുത്തു, അതാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ ഏതാണ്? ചായും അതുപോലെ ധായുമാണ്. അപ്പൊ നിങ്ങൾ കഥ നല്ല, അതായത് നമ്മുടെ ചാപ്റ്റർ കൃത്യമായിട്ട് വായിച്ചാൽ ഇതുപോലത്തെ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്തത് നോക്കിക്കേടാ. അടുത്തത് നോക്കിക്കേ, ലേഖക് അത് നമ്മൾ എഴുതിയില്ലേ. പാഗൽ ആദ്മീനെ നമ്മൾ കൊടുത്തു. ദെൻ ഗ്രാമീൺ എന്താ ചെയ്തത്? മന്ദിർ കാ ദർവാസ് ഖോൽ ദിയ അല്ലെ. അപ്പൊ എന്താണ്? ഇതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ്? ചായും ധായും അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ച അതുപോലെ താ വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. നമ്മൾ താഴേന്ന് മേലോട്ടാണ് എഴുതിയത് അല്ലേ. താഴേന്ന് മേലോട്ടാണ് നമ്മൾ എഴുതിയത്. യെസ്. അപ്പോൾ ഈ രീതിയിലാണ് ഉത്തരം വരിക കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ചായും ധായും അല്ലേ. ചായും ധായും നമ്മൾ എഴുതിയിട്ടുണ്ട്. ദെൻ ചായും ധായും അല്ലേ. ചായും ധായും നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. ചായും ധായും നമ്മൾ എഴുതിയിട്ടുണ്ട്. ചായും ധായും നമ്മൾ എഴുതിയിട്ടുണ്ട്. ദെൻ അടുത്തത് ഏതാണ്? ജായും തായുമാണ്. ജായും തായാണ്. അപ്പോൾ ഇതാണ് ശരി. നമ്മളിവിടെ എഴുതിയതാണ്. നമ്മൾ താഴേന്ന് മേലോട്ടാണ് എഴുതിയത്, മേലിന് താഴോട്ടാണ് എഴുതിയത്. ഓക്കെ, യെസ്. അടുത്തത് യാത്രാവൃത്തി കെ അംശ് കെ ആധാർ पर പട്കഥ का एक ദൃശ്യ ലിഖേ. നമുക്ക് തന്ന ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക? പട്കഥയുടെ ദൃശ്യം എഴുതാൻ. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ആദ്യം നമ്മൾ ദൃശ്യ നമ്മൾ കൊടുക്കുക, 1 കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? സ്ഥാൻ അല്ലേ. സ്ഥാൻ എന്താണ്? നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. മന്ദിറിൻ്റെ ഉള്ളല്ലേ, അപ്പം നമുക്ക് മന്ദിറിന് കൊടുക്കാം. സമയം അല്ലേ. സമയം എന്താണ്? രാത്രിയാണ് വന്നത് നമുക്കറിയാലോ. അപ്പം നമുക്ക് എന്ത് കൊടുക്കാം? രാത്ത് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം സ്ഥാൻ സമയം കൊടുത്തു. അടുത്തത് ഏത് കൊടുക്കാം? പാത്ര. ആരൊക്കെയാണ് പാത്ര ആരാണ്? ലേഖകാണ് അല്ലേ. ലേഖകുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ആരുണ്ട്? ചോട്ടുണ്ട് അല്ലേ. ചോട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പാഗൽ ആദ്മി അല്ലേ. ഇത്രയും പേരാണ് ഇതിലുള്ള ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് അവരുടെ വയസ്സും ഡ്രസ്സിങ്ങും കൂട്ടിച്ചേർക്കാം. അത് കഴിഞ്ഞിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള, അതായത് ദൃശ്യിക വിവരാഘടന എന്ത് ചെയ്യണം? വിവരണം ചെയ്യണം അല്ലേ. അതായത് ബുക്കുകളൊക്കെ വലിച്ചെറിയുന്നു, അതാണ് അവിടെ സംഭവിക്കുന്നത് അല്ലേ. അതായത് എന്താ? ആ ഒരു പെട്ടി തുറന്നു വെച്ച് സകല സാധനങ്ങൾ വലിച്ചെറിയണം, അത് എഴുതുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ലേഖകനും ചോട്ടും പാഗലാത്മിയും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ എഴുതാൻ പറ്റും അല്ലേ. അപ്പം എന്താ? പാഗലാത്മി ചോദിക്കുന്നുണ്ടല്ലോ. എന്ത്? പാഗലാത്മി നമ്മുടെ ചോട്ടിനോട് ചോദിക്കുക, വാട്ട് ഈസ് യുവർ നെയിം? അത് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ചോട്ടു പറയാണ്, എന്ത്? എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അത് ഇവിടെ തന്നിട്ടുണ്ട്, മുജേ അംഗ്രേസി നെഹി ആത്തി എന്നുള്ളത് നമുക്ക് എഴുതാം. അത് കഴിഞ്ഞിട്ട് എന്താണ്? ലേഖകനോട് ചോദിക്കുകയാണ്, എന്താ? തും ക്യാ കർ രഹേ ഹോ? നിങ്ങൾ എന്താ ചെയ്തതെന്നല്ലേ. അപ്പം ഞാൻ അധ്യാപകനാണെന്ന രീതിയിൽ അതെന്ത് ചെയ്യാം? നമുക്ക് എഴുതാം. അപ്പം എഴുതേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് പട്കഥ എഴുതേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. മേരി ദുനിയാ കെ തമാം ബच्चे, നമ്മുടെ കവിതയിൽ അല്ലേ. നമുക്ക് ആകെ ഈ ഒരു ഓണം പോർഷൻസിൽ നമുക്ക് ഈ ഒരു കവിത മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഏക് ദിൻ മേരി ദുനിയാ കെ തമാം ബच्चे चिंटियां, कीटों, नदियों, पहाड़ों, समुद्रों और तमाम वनस्पतियों के साथ मिलकर धावा बोलेंगे और तुम्हारी बनाई हर चीज को गिलौना बन देंगे अല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് തന്ന വരികൾ എന്ന് പറയുന്നത്. എന്താണ് ചോദ്യം? और तुम्हारी बनाई हर चीज को गिलौना बन देंगे. ओके, इन पंक्तियों से कवि क्या कहना चाहते हैं? അതായത് എന്താണ്? അക്രമം, യുദ്ധം, കാര്യങ്ങൾ നടക്കുന്ന ഒരു സമൂഹമാണ് അല്ലേ. അപ്പൊ കുട്ടികൾ എന്താണ് പറയുന്നുണ്ട്? ഇതിൽ പറയുന്നുണ്ടല്ലേ, എന്താണ്? ടാങ്കുകളിൽ മണൽ വാരിയിടും, അതുപോലെ എന്താണ്? തോക്കുകൾ എന്ത് ചെയ്യും? താഴേക്കില്ല കുഴിയിൽ, അതായത് മണ്ണിലേക്ക് എന്ത് ചെയ്യും? കുഴിച്ചിടും എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ അക്രമത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ എന്താണ്? ഇവര് കളിപ്പാട്ടങ്ങളാക്കി മാറ്റും എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഒരു അക്രമവും യുദ്ധവും ഒന്നും ഇല്ലാത്തൊരു സമൂഹത്തെ കുറിച്ചാണ് അല്ലെ. സമൂഹം ഉണ്ടാകും, കുട്ടികളെല്ലാം അതിൽ ഇറങ്ങിത്തിരിക്കും, പ്രകൃതിയിലേക്ക് വരും എന്നുള്ള കാര്യമാണ് കവി നമ്മളോട് പറയുന്നത്. ഓക്കെ, അടുത്തത് കവിക പരിചയ ദേത്തെ ഹുയെ കവിതാംശിക ആശയിലേക്ക്. അപ്പൊ ഈ തമാം ബച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കവിതയിലടാ, ഈ കവിതയുടെ ആശയമാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇതാരാ എഴുതിയത്? അവരുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ഇതിൽ ഇന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു 2-3 പാരഗ്രാഫായി ചുരുക്കി വളരെ ഷോർട്ടായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. ഓക്കെ, അടുത്തത് വീണ്ടും റൈൻ ബസേരമേ എന്ന് പറഞ്ഞാൽ യാത്രാവൃത്തം എന്നാണ് വന്നിരിക്കുന്നത്. ഉസ്കെ സവാൽ ബേസിർ പൈർ കേത്തെ ജവാബ് ന ദേത്തെ തോ ചാപൂക് സെ മാർനെ കി ധംകി ദേത്തല. അതായത് എന്താണ്? അവർ എന്തൊക്കെയൊക്കെയോ ആ പാഗലാത്മി പറയുന്നുണ്ട് അല്ലേ.
മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് ചാട്ടവാർ കൊണ്ട് തല്ലും എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. ഇസ്ലിയെ മേം കോയി ന കോയി ജവാബ് ദേത്ത രഹ വഹ് ലഗാതാർ ചീഖ്താ ചില്ലാത്ത രഹ. പക്ഷെ എന്താണ് അവർ മറുപടി കൊടുക്കുന്നില്ല, അപ്പൊ ഇങ്ങനെ അലറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ബീച്ച് 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 മേ ഹവാ മേ ഏസാ ഹാത്ത് ഗുംതാ മാനോ ഹാത്ത് മേ കോടാ ഹോ. ഓക്കെ, അപ്പൊ നോക്കിക്കേ എന്താണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇൻ വാക്യോം കെ രേഖാങ്കിത് സർവനാം മേം ഓർ വഹ്ലെ. താഴെ തന്ന സെന്റൻസിൽ രണ്ട് സർവനാമങ്ങൾ ഉണ്ട്, മേം അതുപോലെ വേ അല്ലെ, സോറി വഹ്. അപ്പൊ അത് രണ്ടും എന്ത് ചെയ്ത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. കിസ് കിസ് കെ ബദൽ പ്രയുക്ത് ഹെ, അത് ആർക്ക് പകരമാണ് അത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇസ്ലിയെ മേം കോയി ന കോയി ജവാബ് ദേത്ത, ഞാൻ എന്താണ് ഒരു മറുപടിയും കൊടുത്തില്ല, അത് ആർക്ക് പകരമാണ് അവിടെ മേം എന്ന് പറഞ്ഞത്? ആരാണ്? യെസ്, നമ്മളുടെ ലേഖകാണ് അല്ലെ, ലേഖകാണ്. അടുത്തത് വഹ് ലഖാത്താർ ചീഖ്താ ചില്ലാത്ത രഹ. അപ്പൊ അവൻ എന്താണ്, അവരിങ്ങനെ അലറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരാണ് അവൻ എന്ന് പറയുന്നത്? പാഗൽ ആദ്മിയാണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യുക, ആ ചോദ്യത്തിന് ആൻസർ ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. വാക്യ വിസ്താർ കരെ അല്ലെ, ഒരു വാക്യ പിരമിഡിന്റെ വേറൊരു രീതിയാണ്. അപ്പം ചാബൂക്ക് സേ പാഗൽ മാർനെ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പം ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മലയാളത്തിൽ സെന്റൻസ് ഉണ്ടാക്കി നോക്കുക. നോക്കിക്കേ, ആദ്മി ദം കി ദേത്താ ഹേ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ എന്താ പറയുക, ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഇത് നമുക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഈ പാരഗ്രാഫിൽ ഈ ചാബൂക്ക് സേ മാർനെ കി ദം കി ദേത്താ എന്ന് തന്നിട്ടില്ലേ, അപ്പൊ അത് തന്നെയല്ലേ ഇവിടെ തന്നത്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ആദ്മി ദം കി ദേത്താ ഹേ. അപ്പൊ എന്താ പറഞ്ഞത് നോക്കിക്കേ, എങ്ങനെയാണ് പേടിപ്പിച്ചത് നോക്കുക. മാർനേക്കി ദംതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അടുത്തിൽ അത് കൊടുക്കാം അല്ലെ, മാർനേക്കി എന്ന് കൊടുക്കാം. അടുത്തിൽ നമുക്ക് മാർനേക്കി യൂസ് ചെയ്യാം. അടുത്തത് എന്താ? ചാബൂക്ക് സേ, ചാബൂക്ക് സേ മാർനേക്കി. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ രണ്ട് കാര്യങ്ങൾ ദംകി ദേത്താഹെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തത് പാഗൽ എന്ന് ചേർത്ത് കൊടുക്കാം, പാഗൽ ആദ്മി. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ആ പാരഗ്രാഫ് വായിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്തത് ഹൈക്കു ആണ് അല്ലേ, നമ്മുടെ ഹൈക്കു. നമുക്ക് 3 ഹൈക്കു പഠിക്കാനുണ്ട്. അതിൽ ഏത് ഹൈക്കു അതാ നോക്കിക്കേ. പിതാനെ ടൂണ്ടി ലാറ്റിയാം പൂട്ടാപ്പേക്ക് ദിക്കാത്തി നഹി അല്ലേ. വാർദ്ധക്യത്തിന്റെ ഊന്നുവടികൾ ആര് തിരയാണ്? അച്ഛൻ തിരയാണ്, പക്ഷേ കണ്ടെത്താനായില്ല. ചോദ്യം, ബൂഢാപ്പ का समानार्थी शब्द कौन सा है? ബൂഢാപ്പ എന്ന അതേ അർത്ഥം വരുന്ന മറ്റൊരു വേർഡ്. ബച്പൻ, യൗവൻ, വൃദ്ധാവസ്ഥ, ശൈശവ. ഏതാണ്? വാർദ്ധക്യമാണ് അല്ലെ, വയസ്സായിട്ടുള്ള അവസ്ഥയാണ്. ഓക്കെ, അടുത്തത് ഇസ് ഹൈക്കു का समान आशय किस वाक्य में निहित है? നമ്മുടെ ഈ ഒരു നമുക്ക് തന്ന ഈ ഹൈക്കൂല്ലേ, നമുക്ക് പഠിക്കാനുള്ള ഈ ഹൈക്കൂവിന് അതേ അർത്ഥം വരുന്ന മറ്റൊരു വരി നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിലുണ്ട്, തിരഞ്ഞെടുത്ത് എഴുതാം. നോക്കിക്കേ. പിതാനെ ശൈശവ में बच्चों को बहुत प्यार किया. ആണോ? അല്ല. बचपन में पिता से बच्चों को प्यार नहीं मिला. അതും അല്ല. വൃദ്ധാവസ്ഥ അല്ലെ, അപ്പൊ ബൂഢാപ്പ എന്നാണ്. വൃദ്ധാവസ്ഥനെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, ബാക്കി ഒന്നും അവിടെ ബാധകല്ല അല്ലെ. അപ്പൊ നോക്കിക്കോ, വൃദ്ധാവസ്ഥ में घर वालों ने पिता के साथ प्यार भरा व्यवहार किया. നല്ല രീതിയിൽ അവരെ നോക്കുന്നുണ്ട് എന്നാണോ ഇതിന്റെ അർത്ഥം? അല്ല. വൃദ്ധാവസ്ഥ में पिता को सहारा नहीं मिला. ഇതാണ് എന്താ, ആ ഊന്നുവടികൾ തിരയുന്നു എന്ന് പറയുന്നത് എന്താണ്? ഈ സഹാര നെഹി മില, സഹാര ഒരു സഹായം ഹെൽപ്പ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. വൈറ്റ് ക്യാപ്പ്, നമ്മുടെ അവസാനത്തെ ചാപ്റ്റർ നോക്കിക്കേ. ബേചാര കേശവ് दिन को रुआं सा पड़ा रहता मगर रात को सपने में वह अपने को अक्सर क्रिकेट खेलता देखा करता. उसके हाथों में नया बल्ला और सिर पर चक വൈറ്റ് ക്യാപ്പ് ഹോത്തി. അപ്പൊ രാത്രി സ്വപ്നം കാണല്ലേ, ക്രിക്കറ്റ് കളിക്കുന്നതും വൈറ്റ് ക്യാപ്പ് ഇടുന്നതും ബാറ്റും ബോളും ഒക്കെ ഉള്ളത് എന്ത് ചെയ്യാണ്, നമ്മുടെ കേശവ് സ്വപ്നം കാണുകയാണ്. ടാങ്കോ പർ ഷാൻദാർ മോട്ടെ പൈഡ് കസേ ഹോത്തെ. ഓക്കെ, അപ്പൊ എന്താണ്, ആ ഒരു ക്രിക്കറ്റ് ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റായി നിൽക്കുന്ന ആ ഒരു സ്വപ്നം കണ്ടു അല്ലെ. അപ്പൊ അതിനുശേഷം ചോദ്യം നോക്കിക്കേടാ. കേശവ് कौन सा स्वप्न देखा करता था? എന്താണ് സ്വപ്നം കണ്ടത്? ക്രിക്കറ്റ് खेलने का, ഫുട്ബോൾ खेलने का, ഗോലി खेलने का, ഹോക്കി. എന്താണ്? യെസ്, ക്രിക്കറ്റ് കളിക്കുന്നതാണ് അല്ലെ. കേശവ് दिन को रुआं सा पड़ा रहता. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നതിന്റെ കാരണം എന്താണ്? അവനെന്താണ്, അവർ കളിക്കാൻ കൂട്ടുന്നില്ല, അവന് സ്വന്തമായിട്ട് ബാറ്റ് ബോളോ ഒന്നുമില്ല. അപ്പൊ സ്വപ്നം കാണുന്നത് അതാണ് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത്, അവനാ സങ്കടം വരുന്നത്. ഓക്കെ, അടുത്തത് കേശവ് पिता से बल्ला और बॉल मांगता है. केशव और पिता के बीच की संभावित बातचीत लिखे.
അച്ഛനോട് എന്താണ് ബാറ്റും ബോളും വാങ്ങിച്ചു തരാൻ വേണ്ടി പറയാണ്. ആ സമയത്ത് കേശവും അതുപോലെ അച്ഛനും തമ്മിൽ എന്താണ് ഒരു കോൺവെർസേഷൻ നടന്നിട്ടുണ്ടാവും അല്ലെ. യെസ്, ആ ഒരു കോൺവെർസേഷൻ ആണ് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് അച്ഛൻ, ഞാനിങ്ങനെ സ്വപ്നം കാണുന്നു, എനിക്ക് എന്ത് വേണം, എനിക്ക് ബാറ്റും ബോളും വേണം. അപ്പൊ അച്ഛൻ പറയുന്നുണ്ടല്ലേ ഇപ്പൊ വാങ്ങിച്ചു തരാൻ പൈസ ഇല്ല. ചീത്ത പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അച്ഛൻ എന്തെങ്കിലും ചീത്ത പറയുന്നു. അപ്പൊ അവൻ വീണ്ടും ചോദിക്കും, പറയുന്നത് നിനക്ക് ബോൾ മാത്രം വാങ്ങിത്തരാം അല്ലെങ്കിൽ ബാറ്റ് മാത്രം വാങ്ങിത്തരാം. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. അടുത്തത് केशव को लड़कों ने गेल में शामिल नहीं किया, इस पर केशव और मित्र के बीच बातचीत कल्पना करके लिखे. ഓക്കെ, അപ്പൊ കേശവ് എന്ത് ചെയ്യാണ്, അവന്റെ ഫ്രണ്ടിന്റെ സുഹൃത്തിന് ഒരു ലെറ്റർ എഴുതാണ് അല്ലെ. അവിടെ കളി ഡെയിലി കാണാൻ പോകുന്നുണ്ടോ, പക്ഷെ ഏതെങ്കിലും ടീമിൽ അവനെ കൂട്ടുന്നുണ്ടോ, ഇല്ല അല്ലെ. അപ്പൊ അവൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, കേശവ് അവന്റെ സുഹൃത്തിന് ഒരു ലെറ്റർ എഴുതാം. അടുത്തത് നമ്മുടെ അവസാനത്തെ ചോദ്യം നോക്കിക്കുക. അവസാനത്തെ ചോദ്യം നമുക്ക് പുറത്തു നിന്നുള്ള ഒരു പാരഗ്രാഫ് തന്നു. ആ പാരഗ്രാഫുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് തന്നത്. ഇങ്ങനത്തെ ഒരു ചോദ്യം തന്നാൽ പാരഗ്രാഫ് വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. നോക്കിക്കേ, ഒന്നാമത്തെ ചോദ്യം, താജ്മഹൽ കിസ് നദി കെ കിനാരെ പർ സ്ഥിതി ഹെ. താജ്മഹൽ ഏത് നദീ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പൊ അത് കൃത്യമായിട്ട് ഈ പാരഗ്രാഫിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം. താജ്മഹൽ യഹാം സെ ലഗ്ഭഗ് 200 കിലോമീറ്റർ ദൂർ അഗർ മേ യമുന കെ കിനാരെ. അപ്പൊ നമ്മൾ ആ ഒരു വേർഡ് അതിലുണ്ടാവും, അത് കണ്ടെത്താം. അപ്പൊ ഏതാണ്, യമുനയാണ്. അടുത്തത്, മീനു അപ്പിനി മാ ബാപ് കെ സാത്ത് ദില്ലി ദേഖ്നെ ഗയി. അപ്പൊ ഇത് ഡൽഹിയിലുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് അല്ലെ. ഡൽഹിയിൽ നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് അറിയാമല്ലേ. എന്താണ്, ലാൽ കില, കുത്തുബ് മിനാർ, ഇന്ത്യ ഗേറ്റ്, ജന്തർ മന്ദർ ആദി യഹാം കെ ഷാൻദാർ പര്യടക് സ്ഥാൻ ഹെ. അതുപോലെ രാജ്ഘട്ട്, അതുപോലെ താജ്മഹൽ, ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ഒരുപാട് അത്ഭുതങ്ങളുള്ള ഒരു സ്ഥലമാണ് എന്താ നമ്മുടെ ഡൽഹി എന്ന് പറയുന്നത്. അപ്പൊ ആ ഡൽഹിയിൽ പോയിട്ട് എന്ത് ചെയ്യാണ്, മീനു അപ്പിനി മാ ബാപ് കെ സാത്ത് ദില്ലി ദേഖ്നെ ഗയി. ദെൻ നോക്കിക്കേ, ഉപരോക്ത് ഗണ്ട് की सहायता से मीनू की यात्रा वृत्त का अंश तैयार करें. അപ്പൊ എന്താ, ഞാനിങ്ങനെ ഒരു യാത്ര പോയി, ആ സമയത്ത് എന്താ ഞാൻ ഡൽഹിയിലേക്കാണ് പോയത്, ഡൽഹിയിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ള ഈ ഒരു ഇതിലുള്ള വേർഡ്സ് സെന്റൻസ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മുझे, ഞാൻ എന്നുള്ളതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് യാത്രാവൃത്ത് എഴുതാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലെ നോക്കിക്കേടാ, യഹാം കാ ലൈറ്റ്, നോക്കിക്കേ, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആകർഷകെ. യഹാം കാ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആകർഷകെ. അപ്പൊ അത് എവിടെയാണ് ഉള്ളത്, ലാൽ കിലയിലാണ് അല്ലെ. അപ്പൊ അത് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ, അത് ഇവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളിത് വായിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ബീച്ച് ഇന്ത്യ ഗേറ്റ് കെ യുദ്ധ സ്മാരക, നോക്കിക്കോ, ഇതിഹാസ് കെ, അത് വന്ന് രാജ്ഘട്ട് മഹാത്മാഗാന്ധിക്ക് സമിതി സ്ഥാൻ ഹെ. അതുപോലെ ലാൽ കിലേ കാ ലൈറ്റ് ആൻഡ് സൗണ്ട് ദ ഷോ ഭാരത് കെ ഇതിഹാസ് കാ ജീവൻ കർത്താ ഹെ. അപ്പൊ അതാണ് അവിടെ തന്നിരിക്കുന്നത്. അടുത്തത്, യഹ് യുദ്ധമേ ഷഹീദ് ഹുയെ സൈനികോं का സ്മാരക എന്ന് പറയുന്നത് ഏതാണ്, ഇന്ത്യ ഗേറ്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, യുദ്ധം എന്നുള്ള ആ ഒരു വേർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ഥിത ഇന്ത്യ ഗേറ്റ് യുദ്ധ സ്മാരക ഹെ. അപ്പൊ അതാണ് അവിടെ തന്നത്. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഇന്ത്യ ഗേറ്റ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ദാ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ പാരഗ്രാഫ് നോക്കുന്നു, പാരഗ്രാഫ് നോക്കിയിട്ട് ആൻസർ ഇങ്ങോട്ട് എഴുതി വെക്കാം. അടുത്തത്, യഹ് അനശ്വർ പ്രേം കാ പ്രതീക് ഹെ. അത് നിങ്ങൾക്കറിയാലോ, അനശ്വര പ്രേമത്തിന്റെ പ്രതീകം എന്ന് പറയുന്നത് താജ്മഹൽ ആണ്. അത് ആ ഒരു പാരഗ്രാഫിലുണ്ട്, ആ താജ്മഹലിനെ എഴുതിയെടുക്കാം. ഭാരത് കെ സബ്സെ ബഡേ സംഗ്രഹാലയോ മേ ഏക് ഹെ. ഏതാണ്, അത് ഇവിടെ തന്നിട്ടുണ്ടാവും. അതെന്ത് ചെയ്യാം, അതാ രാഷ്ട്രീയ സംഗ്രഹാലയ ഭാരത് കെ സബ്സെ ബഡേ സംഗ്രഹാലയ മേ ഏക് ഹെ. അപ്പൊ അതെന്ത് ചെയ്യാം, അത് എഴുതിയെടുക്കാം. അടുത്തത്, രാഷ്ട്രപതി ഭവൻ കാ ഉദ്യാൻ ഏതാണ്, അതും ഇതിൽ തന്നിട്ടുണ്ടാവും. അത് ഇതിൽ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്, രാഷ്ട്രപതി ഭവൻ കെ ഭീതർ സ്ഥിതി മുഗൾ ഗാർഡൻ. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ആ പാരഗ്രാഫ് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു മോഡലായിരിക്കും നിങ്ങൾക്ക് നാളെ നിങ്ങൾ എഴുതാൻ പോകുന്ന ഒരു നമ്മുടെ ഹിന്ദി ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ഞാൻ വായിച്ചെന്നുകൊണ്ട് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അല്ലെ. അതുകൊണ്ട് ഇന്ന് കറക്റ്റ് 7:30 എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു അടിപൊളി ലൈവ് പോകുന്നുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും പ്ലസ് നിങ്ങൾക്ക് വരാൻ ചാൻസുള്ള മുഴുവൻ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി ലൈവ് ഉണ്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് കറക്റ്റ് സമയത്ത് നിങ്ങൾ വരാൻ, നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് പഠിക്കാം. നിങ്ങൾക്ക് വേണ്ടതൊക്കെ ലൈവിൽ കിട്ടും. അപ്പൊ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സാം എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾ മറക്കണ്ട, കറക്റ്റ് 7:30 ലൈവില് ഇതിനൊക്കെയുള്ള കറക്റ്റ് ഉത്തരവും അതുപോലെ ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് മിസ് വരും. അപ്പൊ നമുക്ക് അവിടെ വെച്ചാണ്.